ഹലോ ഫ്രണ്ട്സ്, ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള കുഴുപ്പള്ളിക്കാവിലാണ്. ആനന്ദ സ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്താണ് കുഴുപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം. ഒരിക്കൽ അയ്യപ്പ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ആന ഇടഞ്ഞുവെന്നും ഇടഞ്ഞോടിയ ആന കുഴുപ്പള്ളിക്കാവിലെത്തി സ്വയംഭൂവായ ദേവീ വിഗ്രഹത്തെ രണ്ടായി പിളർത്തിയുമെന്നാണ് ഐതിഹ്യം. അഷ്ടമംഗല്യ പ്രശ്നവിധിയാൽ ആ വിഗ്രഹങ്ങൾ ഭദ്ര എന്നും ബാലഭദ്ര എന്നും പേരിൽ അവിടെ പ്രതിഷ്ഠിച്ചു. മേൽക്കാവിൽ കുടികൊള്ളുന്നത് ദുർഗയും നാഗവും രക്ഷസുമാണ്. കുഴിയിൽ പള്ളി കൊള്ളുന്ന ദേവിയായതുകൊണ്ടാണ് കുഴുപ്പള്ളിക്കാവ് ദേവി എന്ന് പറയപ്പെടുന്നത്. പെരുമ്പാവൂർ പാണാട്ടില്ലത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. മീനമാസത്തിലെ ഭരണി നാളിലാണ് ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവം. മീനഭരണി, മുടിയേറ്റ്, താലപ്പൊലി മഹോത്സവമായി ഇവിടെ ആഘോഷിക്കുന്നു. ഇവിടുത്തെ പൂജാരി കുഴുപ്പള്ളിക്കാവിലമ്മയുടെ ഒരു മീഡിയേറ്ററായി നിന്നുകൊണ്ട് ഭക്തരുടെ വിഷമതകൾ കേൾക്കുകയും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മതസൗഹാർദ്ദം നിലനിർത്തുന്ന ക്ഷേത്രമാണ് കുഴുപ്പള്ളിക്കാവ്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഒരു കുളത്തിന് നടുവിലാണ്. വർഷകാലത്ത് ഈ കുളം നിറയുകയും പ്രകൃതി ഒരുക്കുന്ന നീരാക്കലിൽ ആണ് ഭഗവതിക്ക് കിട്ടുന്നത്. ഇപ്പോൾ മൺസൂൺ കാലമായതുകൊണ്ട് ഇവിടെ കുളം മെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രതിഷ്ഠ ബാലാലയത്തിലേക്ക് മാറ്റി അവിടെയാണ് ഇപ്പോൾ പൂജകളെല്ലാം നടക്കുന്നത്. എത്ര നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ വിളക്ക് വയ്ക്കണം? 5 അല്ലെങ്കിൽ 7. എൻ്റെ പേര് രാജൻ. വീട് പൂവപ്പടിയാണ്. ഞാൻ മാസത്തിലൊരിക്കൽ അവരുടെ വീടാണ്. ഭഗവതിയുടെ ഭക്തനാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ എത്ര നാരങ്ങ? ഇന്ന് ഞാൻ 5. ഇത് നമ്മുടെ അത് ശത്രുദോഷത്തിന് പിന്നെ കുടുംബൈശ്വര്യത്തിന് തൊഴിലില്ലാതെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. ദേവിക്ക് നാരങ്ങ വിളക്ക് പ്രിയപ്പെട്ടതാണ് ദേവിക്ക്. ശ്രീകോവിൽ മുങ്ങി നിൽക്കുന്ന ദേവി ആറാടുന്ന ആ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് പുറമേക്ക് ദേവിനെ മാറ്റിയിരുത്തി അങ്ങനെയാണ് പൂജ കാര്യങ്ങളൊക്കെ നടക്കണം. ശ്രീകോവിലിന്റെ മുകളിൽ വരെ വെള്ളം വരും. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മള് പുറമെ ഒന്ന് തൊഴുത് വഴിപാട് കഴിക്കും. ശരി. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ പ്രായശ്ചിത്ത വഴിപാടുകൾ കുഴുപ്പള്ളിക്കാവിലമ്മയ്ക്ക് അവർ നടത്തിവരുന്നു എന്നത് ഒരു പ്രത്യേകത കൂടിയാണ്. Yeah.
മൃഗാലയത്തിലേക്ക് മാറ്റുന്നു. അവിടെയാണ് ഇപ്പോൾ പൂജ നടക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ദിവസവും വന്ന് അവരുടെ ശത്രുപീഡ, അതുപോലെ കുടുംബ ഐശ്വര്യം, മകളുടെ വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ദേവിയെ സമീപിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള പരിഹാരം ദേവി ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ധാരാളം ഭക്തജനങ്ങൾ പെരുമ്പാവൂർ മാത്രമല്ല, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തു നിന്ന് ദേവിയെ കാണുന്നതിനും ക്ഷേത്രം സന്ദർശിക്കുന്നതിനുമൊക്കെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. നിശ്ചയം നിൻ പാദസേവ ചെയ്താൽ ഫലം അപ്പോഴേ ലഭ്യമാർക്കുമെന്നും ഇപ്പാരിനൊക്കെയും നാഥയാമംബികെ മൽപാപമൊക്കെയും പോക്കിടേണേ. ചന്ദ്രകലാധരൻ തന്നുടെ നന്ദിനി പുള്ളിക്കാവിലമ്മയുടെ അനുഗ്രഹം തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എൻ്റെ ബ്ലോഗ് തുടരുന്നു. അതുവരെ എല്ലാവർക്കും